ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വളരെ ഹെൽത്തി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ വൈകുന്നേരം ഡിന്നറായിട്ടോ നമുക്ക് എടുക്കാൻ പറ്റുന്ന നല്ലൊരു ഓട്സ് ബനാന സ്മൂത്തിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ്റെ ഓള് മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഈ ഓട്സ് ബനാന സ്മൂത്ത് തയ്യാറാക്കാനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് ഓട്സ് ആണ്. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ ഓട്സ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊരു 2 മിനിറ്റ് ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ വറുത്ത് വേണം നമ്മൾ ഓട്സ് എടുക്കാനായിട്ട്. ഇതിപ്പോൾ റോൾഡ് ഓട്സ് ആണ്, അതല്ല നമ്മൾ സാധാരണ വീട്ടിൽ നോർമൽ ഓട്സ് ഉണ്ടല്ലോ, അത് തന്നെയാണെന്നുണ്ടെങ്കിൽ 3 ടേബിൾ സ്പൂൺ മതിയാവും. കൂടെ പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് നേന്ത്രപ്പഴമാണ്. അത്യാവശ്യം വലിയ നേന്ത്രപ്പഴത്തിൽ 1 എടുത്തിട്ടുണ്ട്. ഇച്ചിരി ചെറിയ നേന്ത്രപ്പഴമാണെന്നുണ്ടെങ്കിൽ 1.5 നേന്ത്രപ്പഴം നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സ്മൂത്തായിട്ട് നമുക്കൊന്ന് അരിഞ്ഞ് കിട്ടും കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടത് ഈന്തപ്പഴമാണ്. ഞാനിപ്പോൾ ഒരു 4 ഈന്തപ്പഴമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നല്ല മധുരമുള്ളതാണെന്നുണ്ടെങ്കിൽ 4 എടുക്കാം, മധുരം കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ എടുക്കാം. നമ്മളിതിലേക്ക് പഞ്ചസാര അങ്ങനെയൊന്നും ചേർക്കുന്നില്ല. മധുരത്തിന് ആവശ്യമായിട്ട് ഈന്തപ്പഴം മാത്രമേ ചേർക്കുന്നുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ പഴത്തിൽ ഇച്ചിരി മധുരം ഉണ്ടാവും. ഇനി നമുക്കിതിലേക്ക് കുറച്ച് നട്ട്സും കൂടി ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ അണ്ടിപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരം നമുക്ക് ബദാമാണെന്നുണ്ടെങ്കിൽ ബദാം എടുക്കാം, വേറെ ഏതെങ്കിലും നട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ അതും എടുക്കാവുന്നതാണ്. ഏകദേശം 1 ടേബിൾ സ്പൂൺ അളവിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ കോഫി പൗഡറും കൂടിയാണ്. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ കോഫി പൗഡറിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് നമുക്കിതിലേക്ക് വാനില എസൻസ് ആണെന്നുണ്ടെങ്കിൽ അതും ചേർക്കാവുന്നതാണ്. കൂടെ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് പാലാണ്. 250 ml അളവിലാണ് കേട്ടോ ഞാനിപ്പോൾ പശുവിൻ പാൽ എടുത്തിട്ടുള്ളത്. നമ്മളിപ്പോൾ പാക്കറ്റ് മിൽക്കാണ് എടുക്കുന്നതെങ്കിൽ അങ്ങനെ തന്നെ ചേർക്കാം. അതല്ല നമ്മൾ വീട്ടിൽ നിന്ന് വാങ്ങുന്ന പാലാണെന്നുണ്ടെങ്കിൽ അതൊന്ന് തിളപ്പിച്ച് തണുത്തതിന് ശേഷം മാത്രമേ ഇതിലേക്ക് ചേർക്കാൻ പാടുള്ളൂ. കുറച്ച് ഐസ് ക്യൂബ്സ് വേണം എന്നുള്ളവർക്ക് മാത്രം ഐസ് ക്യൂബ്സും കൂടെ ചേർക്കാം. അപ്പോൾ ഇത് ഇത്രയും ചേർത്തിട്ട് നല്ല സ്മൂത്തായിട്ട് നമുക്കിനി ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് ഞാനിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ തന്നെ ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാവുന്നതാണ്. വളരെ രുചികരമായിട്ടുള്ള, വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ഓട്സ് ബനാന ഷേക്കാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇത് ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറോ ആയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് വിശന്നിരിക്കുന്ന ടൈമുകളിലൊക്കെ നമുക്ക് ഇതുപോലെ ഒരു സ്മൂത്തി മാത്രം മതിയാവും. ട്രൈ ചെയ്ത് നോക്കുന്നവരൊക്കെ മറക്കാതെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടി ഒന്ന് അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. ഇത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാർ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.